ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. വണ്ടി കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവണ്ടായില്ല, സെൽഫ് അടിച്ചിട്ട് സ്റ്റാർട്ട് ആവണ്ടായില്ല. കിക്കർ അടിക്കുമ്പോഴായാലും നമുക്ക് കിക്കറൊക്കെ നല്ല ടൈറ്റായിരുന്നു. അതേപോലെ തന്നെ സെൽഫ് അടിക്കുമ്പോഴും ഒരു അനക്കമുണ്ടായി, ഒരു മൂളിച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഓൾറെഡി വണ്ടിക്ക് അത് വണ്ടി പാർക്ക് ചെയ്ത് എവിടെ വെച്ചുകൊണ്ട് പോയിരുന്നതാണ്. ചെക്ക് ചെയ്യുമ്പോൾ ഓയിലിനകത്തൊക്കെ വെള്ളം കയറിയേക്കാം, എഞ്ചിനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് പ്ലഗ് നമ്മളിപ്പോൾ അഴിച്ചിട്ട് അടിക്കുമ്പോൾ തെറിച്ച് വന്ന വെള്ളമാണ് ഈ കിടക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത്. ഇപ്പം നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. ഈ ഓയിൽ ഒഴിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇത് എഞ്ചിൻ ഫ്ലഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ പുതിയത് ഫില്ല് ചെയ്യണം. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ക്ലച്ചിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബെൻഡെക്സ് യൂണിറ്റാണ് കയറി ലോഡായിട്ട് നിന്നിരുന്നത്. ഈ ബെൻഡെക്സ് യൂണിറ്റ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കയറി വന്ന് ഈ ഇവിടെ വന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്രാങ്കമ്മയ്ക്ക് കണക്ട് ചെയ്തിട്ട് ഈ വീലുമ്പോൾ വന്ന് ജാമായിട്ട് കയറുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കിക്കർ അടിച്ചാലും ആവില്ല. കിക്കർ അടിച്ച് കഴിഞ്ഞാൽ താഴാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി സിലിണ്ടർ ഹെഡിനകത്ത് വെള്ളം നിൽക്കുക. അപ്പോൾ കംപ്രഷൻ ആ പവർ കൊണ്ടാണ് കിക്കർ താഴഞ്ഞ് തന്നെയല്ല ഇവിടെ ലോഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് സെൽഫ് അടിച്ചാലും കിട്ടില്ല. ആ ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം എഞ്ചിൻ ഓയിൽ ഫ്ലഷ് ചെയ്തിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാം, പ്ലഗ് കാര്യങ്ങൾ ക്ലീൻ ചെയ്തിടാം. ഈ ബെൻഡെക്സ് യൂണിറ്റൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളത്തിൻ്റേതായിട്ടുണ്ട്. ഈ സൈഡ് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം തുരുമ്പിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് WD-40 ഒക്കെ അടിച്ചൊന്ന് ലൂസാക്കി ഒന്ന് കയറ്റിയിടാം. അത് ക്ലച്ചൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ കേട്ടോ. ക്ലച്ചൊക്കെ ശരിക്കും വെള്ളത്തിൽ മുങ്ങി നിന്നായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് പോയ ഭാഗത്ത് എന്തെങ്കിലും വെള്ളം കയറി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഗിയറിൻ്റെ ഓയിൽ കൂടി നമുക്ക് നോക്കിയേക്കാം. ഗിയർ ബോക്സിലേക്കും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലം എത്ര കേസ് ചെയ്യാം. പക്ഷേ ഈ വെള്ളം കയറിയേക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ വീണ്ടും നമുക്ക് തുടരെ പ്രതീക്ഷിക്കാം കേട്ടോ. വണ്ടിക്ക് എന്തെങ്കിലും പുകയുടെ പ്രശ്നമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത ഹൈയാണ്. ഓക്കെ.